പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കെമിസ്ട്രി ചാപ്റ്റർ 8 ഓർഗാനിക് കെമിസ്ട്രിയിലെ ലെറ്റർ സക്സസ് ആണ്. ചാപ്റ്ററൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ലെറ്റർ സക്സസും കൂടാണ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോ കാർബൺ ഈസ് ഗിവൺ ബിലോ. ഇവിടെ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ഇറ്റ്സ് കണ്ടൻസ്ഡ് ഫോർമുല. അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. then അതിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് റൈറ്റ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല വരുന്നത് C4H8 ആണ്. അതായത് മോളിക്കുലാർ ഫോർമുല എഴുതാൻ ജസ്റ്റ് കാർബണും ഹൈഡ്രജനും എണ്ണി നോക്കിയിട്ട് എഴുതിയാൽ മതി. അത് സി ക്വസ്റ്റ്യൻ, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ ഫസ്റ്റ് കോമ്പൗണ്ട് ഓഫ് ദ ഹോമോലോഗസ് സീരീസ് ടു വിച്ച് ദിസ് ഹൈഡ്രോ കാർബൺ ബിലോങ്സ്. അതായത് ഈ ഹൈഡ്രോ കാർബൺ ഉൾപ്പെടുത്തിയിരിക്കുന്ന സീരീസിലെ ഹോമോലോഗസ് സീരീസിലെ ഫസ്റ്റ് കോമ്പൗണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന കേസിൽ ഫസ്റ്റ് ഒരു കാർബണായിട്ട് എഴുതാൻ കഴിയില്ല, കാരണം 2 കാർബൺ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എഴുതാനുള്ളത് 2 കാർബൺ അടങ്ങിയിട്ടുള്ള സ്ട്രക്ചറൽ ഫോർമുലയാണ് എഴുതേണ്ടത്. സോ CH2 ഡബിൾ ബോണ്ട് CH2. ഡി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 കാർബണാറ്റ് അടങ്ങിയത് കൊണ്ട് ഇതിൻ്റെ IUPAC നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈത്തീൻ ആയിരിക്കും. എത്തീൻ അല്ലെങ്കിൽ ഈത്തീൻ എന്ന് വായിക്കാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, C2H6 C3H8 ഡാഷ് C5H12 ബിലോങ് ടു ദ സെയിം ഹോമോലോഗസ് സീരീസ്. അതായത് ഈ തന്നിട്ടുള്ള കോമ്പൗണ്ട്സൊക്കെ ഒരു ഹോമോലോഗസ് സീരീസിൽ വരുന്നതാണെന്ന് പറയുന്നത്, ഒരേ ഹോമോലോഗസ് സീരീസിൽ. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ മിസ്സിംഗ് കോമ്പൗണ്ട്. അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് നോക്കിയാൽ അറിയുന്നതേ ഉള്ളൂ. കാരണം ഈ സ്ട്രക്ചർ എഴുതുന്ന സമയത്ത് ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം 1 ഇൻക്രീസ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം 2 ആണ്. അപ്പോൾ CH2 ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യേണ്ടത് മിസ്സിംഗ് ആയിട്ട് വരുന്നത് C4H10 ആയിരിക്കും. ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഹോമോലോഗസ് സീരീസ് ടു വിച്ച് ദീസ് കോമ്പൗണ്ട് ബിലോങ്. ഈ കോമ്പൗണ്ട് ഉൾപ്പെട്ടിരിക്കുന്ന ഹോമോലോഗസ് സീരീസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോമ്പൗണ്ട്സ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് CnH2n+2 രൂപത്തിലായിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും ഹോമോലോഗസ് സീരീസിലെ എല്ലാ കോമ്പൗണ്ടിൻ്റെയും ജനറൽ ഫോർമുല പഠിച്ചു വെക്കണം. ആ ജനറൽ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോമ്പൗണ്ടിന് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഏത് ഹോമോലോഗസ് സീരീസിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാർബണിൻ്റെ എണ്ണത്തിനോട് ട്വൈസ് ചെയ്യുക, അതിനോട് 2 ആഡ് ചെയ്യുന്ന സമയത്ത് CnH2n+2 ഓർഡറിലാണ് ഈ എല്ലാ കോമ്പൗണ്ട്സും തന്നിട്ടുള്ളത്. അപ്പോൾ ഇവ ആൽക്കെയിൻ ഹോമോലോഗസ് സീരീസിൽ വരുന്ന ഗ്രൂപ്പ് ആയിരിക്കും, കോമ്പൗണ്ട്സ് ആയിരിക്കും. സോ ബിയുടെ ആൻസർ ആൽക്കെയിൻ. സി, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് C2H6. ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 2 കാർബണും 6 ഹൈഡ്രജനും അടങ്ങിയിട്ടിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, മോളിക്കുലാർ ഫോർമുല ഓഫ് സം ഹൈഡ്രോ കാർബൺസ് ആർ ഗിവൺ ബിലോ. ചില ഹൈഡ്രോ കാർബൺസിൻ്റെ മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. C3H8 C4H8 C4H10 ആൻഡ് C3H6. അതിൽ എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വിച്ച് എമംഗ് ദീസ് ആർ ആൽക്കെയിൻസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജനറൽ ഫോർമുല കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ C3H8ഉം C4H10ഉം ആണ് ആൽക്കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ വരുന്നത്, ആൽക്കെയിൻസിൽ വരുന്നത്. ദെൻ ബി, വാട്ട് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ. ആൽക്കീനിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ആൽക്കെയിൻ ഹാവിങ് 4 കാർബൺ ആറ്റം. അതായത് 4 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ ആൽക്കൈൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് കാർബണിൻ്റെ എണ്ണം 4 ആണെന്നറിയാം. അപ്പോൾ ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല CnH2n-2 ആണ്. അപ്പോൾ 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 6 ആണ് കിട്ടുക. ഹൈഡ്രജൻ്റെ എണ്ണം 6 ആണ്. അപ്പോൾ നമുക്ക് മോളിക്കുലാർ ഫോർമുല എങ്ങനെ എഴുതാം? C4H6. ആ ജനറൽ ഫോർമുല പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിളാണ് ഓർഗാനിക് കെമിസ്ട്രി. കുറച്ച് ചെറിയ കൺസെപ്റ്റുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമായിട്ട് ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ മിസ്സിംഗ് കോമ്പൗണ്ട് ഇൻ ദ ഹോമോലോഗസ് സീരീസ്. ഇവിടെ കാറ്റഗറി A, B, C എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ തന്നിട്ടുള്ള കോമ്പൗണ്ട്സിൽ ചില കോമ്പൗണ്ട്സ് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കാറ്റഗറി എയിൽ വരുന്നത് C2H4. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മിസ്സിംഗ് ആയിട്ടാണ്, അവിടെ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം
ഇതൊരു ഹോമലോഗ സീരീസിൽ വരുന്നതാണ്. കാരണം എന്താ, അവിടെ നെക്സ്റ്റ് നമ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ആൽക്കൈൻ കാറ്റഗറി C2H4 ആൽക്കീൻ ഫാമിലിയിലാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യുക, ഓരോ കാർബണും ഓരോ കോമ്പൗണ്ടും തമ്മിൽ CH2വിൻ്റെ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. ഏത് ഹോമലോഗ സീരീസ് ആണെങ്കിലും ഇത് കൃത്യമായിട്ട് പറയുന്നത് റൈറ്റ് ദ മോളിക്കുലർ ഫോമുല ഓഫ് ദ മിസ്സിംഗ് കോമ്പൗണ്ട് ഇൻ ദ ഹോമലോഗ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമലോഗ സീരീസിൽ എല്ലാ കോമ്പൗണ്ട്സും തമ്മിൽ CH2വിൻ്റെ വ്യത്യാസമാണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവിടെ CH2 ഇൻക്രീസ് ചെയ്ത് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ C2H4നോട് ഒരു കാർബണും 2 ഹൈഡ്രജനും ആഡ് ചെയ്യുന്ന സമയത്ത് C3H6 ആയിരിക്കും കോമ്പൗണ്ട് വരുന്നത്. നെക്സ്റ്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ C4H8 ആയിരിക്കും. ദെൻ C5H10 ഇവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് മിസ്സിംഗ് ആയിട്ട് വരുന്നത് C6H12. സോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മതി. ദെൻ കാറ്റഗറി B CH4 ആണ് ഫസ്റ്റ് കോമ്പൗണ്ട് ആയിട്ട് വരുന്നത്. ദെൻ C2H6. അപ്പോൾ അതും എന്ത് ചെയ്യുക, CH2 ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ ചെയ്താൽ മതി. സോ അവിടെ മിസ്സിംഗ് ആയിട്ട് ഫസ്റ്റ് വരുന്നത് C3H8, ദെൻ C4H10, C5H12, C6H14. ദെൻ കാറ്റഗറി C C2H2 ആണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് C3H4, C4H6, C5H8, C6H10 ആൻഡ് C7H12. ഈ ഒരു ഓർഡറിലാണ് ഫില്ല് ചെയ്യേണ്ടത്. കാരണം ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കണം. ഹോമലോഗ സീരീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട്സ് തമ്മിൽ CH2വിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവിടെ CH2 ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കാർബണും 2 ഹൈഡ്രജനും ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. സിമ്പിളാണ്. സോ നെക്സ്റ്റ് അതിൽ B ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ടു വിച്ച് ഹോമലോഗ സീരീസ് ഡസ് കാറ്റഗറി C ബിലോങ്. അപ്പോൾ കാറ്റഗറി C ഏത് കോമ്പൗണ്ടിൽ ഏത് ഹോമലോഗ സീരീസിലാണ് വരുന്നത്? അപ്പോൾ അതിൻ്റെ ജനറൽ ഫോമുല ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. CnH2n-2 ഫോമിലാണ്. സോ അവ ആൽക്കൈൻ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. ആൽക്കൈൻ ഹോമലോഗ സീരീസിലാണ് വരുന്നത്. ദെൻ C ക്വസ്റ്റ്യൻ റൈറ്റ് ദ ജനറൽ ഫോമുല ഓഫ് കാറ്റഗറി A. കാറ്റഗറി എയുടെ ജനറൽ ഫോമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കാറ്റഗറി എയിലുള്ള കോമ്പൗണ്ട്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതായത് CnH2n രൂപത്തിലാണുള്ളത്. സോ അതിൻ്റെ ജനറൽ ഫോമുല അല്ലെങ്കിൽ ആൽക്കീൻ കാറ്റഗറിയിലാണ് വരുന്നത്. കാർബണിൻ്റെ ഡബിളാണ് ഹൈഡ്രജൻ വരുന്നത്. സോ അതിൻ്റെ ജനറൽ ഫോമുല CnH2n എന്നായിരിക്കും. സോ നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ദ മോളിക്കുലാർ ഫോമുല ഓഫ് എ ഫ്യൂ ഹൈഡ്രോ കാർബൺസ് ആർ ഗിവൺ ബിലോ. C2H4, C2H2, C2H6, C3H4 ആൻഡ് C3H8. അതായത് ചില ഹൈഡ്രോ കാർബൺസിൻ്റെ മോളിക്കുലർ ഫോമുല താഴെ തന്നിട്ടുണ്ട്. എന്നിട്ട് ബന്ധപ്പെട്ട് A ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദം ബിലോങ്സ് ടു ദ ആൽക്കീൻ ഗ്രൂപ്പ്. ഈ തന്നിട്ടുള്ളതിൽ ആൽക്കീൻ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം CnH2n ജനറൽ ഫോമുല വരുന്ന ടൈപ്പിൽ ഉള്ള കോമ്പൗണ്ട്സ് ആണ് ഇത് ആൽക്കീൻ വിഭാഗത്തിൽ വരുന്നത്. അതിൽ C2H4 ആയിരിക്കും ആൻസർ. വിച്ച് കാറ്റഗറി ഡസ് C2H2 ബിലോങ് ടു. C2H2 എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് കാറ്റഗറിയിലായിരിക്കും വരിക? C2H2 എന്ന് പറഞ്ഞാൽ CnH2n-2 ഫോമിലാണ്. സോ ആൽക്കൈൻ ആയിരിക്കും ഇത്. ALKYNE ആയിരിക്കും ആൽക്കൈൻ. C വിച്ച് ആർ ദ ഹൈഡ്രോ കാർബൺസ് ഹാവിങ് ദ ജനറൽ ഫോമുല CnH2n+2. ഈ തന്നിട്ടുള്ള കോമ്പൗണ്ട്സിൽ ഏതിനാണ് CnH2n+2 ജനറൽ ഫോമുല ആയിട്ട് വരുന്നത്? C2H6ഉം C3H8ഉം ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 6 2 hints regarding a ഹൈഡ്രോ കാർബൺസ് ആർ ഗിവൺ ബിലോ. അതായത് ഒരു ഹൈഡ്രോ കാർബണുമായിട്ട് ബന്ധപ്പെട്ട് 2 ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് 3 കാർബൺ ആറ്റം. ഈ ഹൈഡ്രോ കാർബണിൽ 3 കാർബൺ ആറ്റം അടങ്ങിയിട്ടുണ്ട്. ദെൻ ദി ജനറൽ ഫോമുല ഓഫ് ദി കാറ്റഗറി ടു വിച്ച് ദിസ് ഹൈഡ്രോ കാർബൺ ബിലോങ് ഈസ് CnH2n+2. അതായത് ഈ തന്നിട്ടുള്ള ഹൈഡ്രോ കാർബൺസിൻ്റെ ജനറൽ ഫോമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CnH2n+2 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം 3 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ഒരു ആൽക്കൈൻ ഗ്രൂപ്പാണ് വരുന്നത്. ആൽക്കൈൻ വിഭാഗത്തിലുള്ള ഒരു കോമ്പൗണ്ടാണ്. കാരണം ജനറൽ ഫോമുല CnH2n+2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും? എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട്? A ക്വസ്റ്റ്യൻ റൈറ്റ് ദ മോളിക്കുലാർ ഫോമുല ആൻഡ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോമുലയും IUPAC നെയിമും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോളിക്കുലാർ ഫോമുല നമുക്കറിയാം 3 കാർബൺ ആറ്റം എന്ന് പറയുന്നത് കൊണ്ട് C3 ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് ഹൈഡ്രജൻ്റെ എണ്ണമാണ്. അപ്പോൾ ആൽക്കൈൻ ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. CnH2n+2 ആണ് അതിൻ്റെ ജനറൽ ഫോമുല എന്ന്. അപ്പോൾ ആൽക്കൈൻ വിഭാഗത്തിൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം 3 ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ 3 × 2 + 2. സോ 3 × 2 6 + 2 = 8. സോ ഇതിൻ്റെ മോളിക്കുലാർ ഫോമുല എന്ന് പറയുന്നത് C3H8 ആയിരിക്കും. ആൻഡ് IUPAC നെയിം ഈസ് പ്രൊപ്പെയിൻ. 3 കാർബൺ ആറ്റം അടങ്ങിയതിൻ്റെ വേർഡ് റൂട്ട് പ്രൊപ്പാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അല്ലെങ്കിൽ ആൽക്കൈൻ ആയതുകൊണ്ട് പ്രൊപ്പെയിൻ എന്നാണ് IUPAC നെയിം വരുന്നത്. ദെൻ ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരച്ചാൽ മതി സിമ്പിളായിട്ട്. CH3 CH2 CH3 എന്നായിരിക്കും വരുന്നത്.
Then C question, write the molecular formula of the hydrocarbon having the same number of carbon atom and having double bond. അതായത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ ഈ 3 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ഹൈഡ്രോ കാർബണിൻ്റെ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം 3 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ഹൈഡ്രോ കാർബണിൻ്റെ മോളിക്കുലർ ഫോമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പ്രത്യേകത അതിൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അതായത് ആൽക്കീൻ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ കാർബണിൻ്റെ എണ്ണം 3 ആണെങ്കിൽ ആൽക്കീനും ആണെങ്കിൽ എന്താ നമുക്കറിയാം, ഹൈഡ്രജൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2n ആയിരിക്കും. സോ C3H6 ആയിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതായത് ആൽക്കീൻ കാറ്റഗറിയിലാണ് വരുന്നത്. 7th question, ഹിൻസ് അബൌട്ട് എ സൈക്ലിക് കോമ്പൗണ്ട് ആർ ഗിവൺ ബിലോ. അതായത് ഒരു സൈക്ലിക് കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹിൻസാണ് താഴെ തന്നിട്ടുള്ളത്. ഇറ്റ് ഹാസ് 6 കാർബൺ ആറ്റം ആൻഡ് 12 ഹൈഡ്രജൻ ആറ്റം. ഈ കോമ്പൗണ്ടിൽ 6 കാർബൺ ആറ്റവും 12 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. സോ ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ സൈക്ലിക് ഫോമിൽ വരയ്ക്കണം. ദെൻ ബി, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിങ് ദ സെയിം മോളിക്കുലർ ഫോമുല. ഇതേ മോളിക്കുലർ ഫോമുല വരുന്ന കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ഒരു ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടാണ്. അപ്പോൾ സൈക്ലിക് ഫോം അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ മതി. 6 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരയ്ക്കുക. ദെൻ അതിൻ്റെ പ്രത്യേകത അതിൽ ഒരു ഡബിൾ ബോണ്ടും കൂടെ ഉണ്ടായിരിക്കും. കാരണം ഇത് ഓപ്പൺ ചെയിനാണ്. ക്ലോസ്ഡ് ചെയിൻ ആകുന്ന സമയത്താണ് ഹൈഡ്രജൻ്റെ എണ്ണത്തിൽ കുറവ് വരുന്നത്. സോ അതിൽ സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലർ ഫോമുല ഓഫ് ദ ആൽക്കീൻ ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഇതേ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം, അതായത് 6 കാർബൺ ആറ്റം അടങ്ങിയിരിക്കുന്ന ആൽക്കീൻ വിഭാഗത്തിൽ വരുന്നത് അതിൻ്റെ മോളിക്കുലർ ഫോമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 കാർബൺ ആകുമ്പോൾ ആൽക്കീൻ വേണമെങ്കിൽ എത്ര ആയിരിക്കും വരിക? നമുക്കറിയാം C6H14 ആയിരിക്കും. അതായത് 2n + 2, 6 × 2 12 + 2 = 14. സോ ഇതിൻ്റെ മോളിക്കുലർ ഫോമുല വരുന്നത് C6H14 എന്നാണ്. ദെൻ 8th ക്വസ്റ്റ്യൻ, എ ചെയിൻ ഹാവിങ് കാർബൺ ആറ്റംസ് ഈസ് ഗിവൺ ബിലോ. അതായത് 5 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ഒരു കാർബൺ ചെയിനിൻ്റെ ചിത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ 5 കാർബൺ ആറ്റം ഉണ്ട്, ഓപ്പൺ ചെയിൻ സംയുക്തമാണ്, അതിലൊരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റം ടു ഈച്ച് കാർബൺ ആറ്റം, റൈറ്റ്സ് ഇസ് IUPAC നെയിം ഓൾസോ. അതായത് അതിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ 5 കാർബണിലും കാർബണിൻ്റെ വാലൻസി 4 ആവുന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് പഠിച്ചിട്ടുണ്ടാണ് സ്ട്രക്ചറൽ ഫോമുല എഴുതാൻ. ജസ്റ്റ് സ്ട്രക്ചറൽ ഫോമുല കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം വരുന്നത് 5 കാർബൺ ആറ്റം ആയതുകൊണ്ട് വേർഡ് റൂട്ട് പെൻഡാണ്. ദെൻ ഡബിൾ ബോണ്ട് കൂടെ വരുന്നത് കൊണ്ട് IUPAC നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഡീൻ എന്നായിരിക്കും. ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലർ ഫോമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 കാർബൺ ആറ്റം ആയതുകൊണ്ട് മോളിക്കുലർ ഫോമുല C5H10 ആണ്. അതായത് ആൽക്കീൻ കാറ്റഗറി ആയതുകൊണ്ട് CnH2n ഫോമുലയായിരിക്കും. അപ്പോൾ C5H10. ദെൻ സി, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് എ സൈക്ലിക് കോമ്പൗണ്ട് ഹാവിങ് ദ സെയിം മോളിക്കുലർ ഫോമുല. ഇതേ മോളിക്കുലർ ഫോമുല വരുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സൈക്ലിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ. സോ അവിടെ 5 കാർബൺ ആറ്റം സൈക്ലിക് ഫോമിൽ വരയ്ക്കുക. ദെൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഡി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി സൈക്ലിക് കോമ്പൗണ്ട്. ഈ സൈക്ലിക് കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ നമുക്കറിയാം, അതായത് IUPAC നെയിം എഴുതുന്ന സമയത്ത് സൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ അതിൻ്റെ പേരിൻ്റെ കൂടെ സൈക്ലോ എന്ന് കൂടെ നമ്മൾ ആഡ് ചെയ്യും. സോ ഇവിടെ സിംഗിൾ ബോണ്ടാണ്. സോ അതിൻ്റെ പേര് സൈക്ലോ പെൻഡെയ്ൻ എന്നാണ്. ദെൻ 9th ക്വസ്റ്റ്യൻ, ദ മോളിക്കുലർ ഫോമുല ഓഫ് ആൻ alicyclic compound is C4H8. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോമുല തന്നിട്ടുണ്ട്, C4H8 ആണ്. അതിൻ്റെ സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ആലിസൈക്ലിക് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കണം. ദെൻ ബി, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിങ് ദ സെയിം മോളിക്കുലർ ഫോമുല. ഇതേ മോളിക്കുലർ ഫോമുല, അതായത് C4H8 വരുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാനാണ്. അത് ഓപ്പൺ ചെയിനിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സൈക്ലിക് രൂപത്തിലല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ 4 കാർബൺ ആറ്റം അടങ്ങിയിരിക്കുന്ന ഒരു സ്ട്രക്ചർ വരയ്ക്കുക. സോ അതിൽ ആൻസറായിട്ട് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. കാരണം ആൽക്കീൻ കാറ്റഗറിയിലാണല്ലോ C4H8 എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്കുലർ ഫോമുല വരുന്നത്. ദെൻ 10th ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചർ ഓഫ് ആൻ alicyclic കോമ്പൗണ്ട് ഈസ് ഗിവൺ ബിലോ. ഒരു alicyclic കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് മോളിക്കുലർ ഫോമുല? ഇതിൻ്റെ മോളിക്കുലർ ഫോമുല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ C4H6 ആയിരിക്കും. അതായത് ജസ്റ്റ് കാർബണും ഹൈഡ്രജനും എണ്ണി നോക്കി എഴുതിയാൽ മതി. റൈറ്റ്സ് ഇസ് IUPAC നെയിം. ഇതിൻ്റെ IUPAC നെയിം
അതായത് സൈക്ലോ ബ്യൂട്ടീൻ എന്നാണ്. സൈക്ലിക് സ്ട്രക്ചറാണ്. സോ ഒരു ഡബിൾ ബോണ്ട് കൂടെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ പേര് സൈക്ലോ ബ്യൂട്ടീൻ. 4 കാർബണാറ്റ് ആയതുകൊണ്ട് ബ്യൂട്ട് എന്ന് പറഞ്ഞ വേർഡ് റൂട്ടോ. സോ സൈക്ലോ ബ്യൂട്ടീൻ. Then C, write the structural formula of an open chain hydrocarbon having the same molecular formula. ഇതേ മോളിക്കുലർ ഫോമുല വരുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ഓപ്പൺ ചെയിൻ്റെ സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കുക. അപ്പോൾ സി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയിനായിട്ട് വരച്ചാൽ മതി. അവിടെ ജസ്റ്റ് 4 കാർബണാറ്റം എഴുതുക. ദെൻ അതിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് കൂടെ ആഡ് ചെയ്യണം. കാരണം എന്താ, അതിൻ്റെ ഹൈഡ്രോ കാർബണിൻ്റെ എണ്ണ, ഹൈഡ്രജൻ്റെ എണ്ണ എന്ന് പറഞ്ഞാൽ H6 ആണ്. അപ്പോൾ H6 വരണമെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഫസ്റ്റ് കാർബണാറ്റങ്ങളുടെ ഇടയിൽ 2 കാർബണാറ്റങ്ങളുടെ ഇടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് കൂടെ വരണം, എന്നാലേ H6 ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഫോമുല റെഡിയാക്കി എഴുതുന്ന സമയത്ത് ചിലപ്പം സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ടോ ഒക്കെ മാറ്റം വരുത്തേണ്ടി വരും. അപ്പോഴാണ് എന്ത് ചെയ്യുക, മോളിക്കുലർ ഫോമുല കറക്റ്റായിട്ട് വരുന്നത്. സോ 11th question, the molecular formula of a hydrocarbon is C3H6. ഒരു ഹൈഡ്രോ കാർബണിൻ്റെ മോളിക്കുലർ ഫോമുല C3H6 ആണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോമുല റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ C3H6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് കാറ്റഗറിയിൽ വരുന്നതായിരിക്കും, ആൽക്കീൻ കാറ്റഗറിയിലായിരിക്കും. അപ്പോൾ നമ്മൾ 3 കാർബണാറ്റം എഴുതുക. അതിനെന്ത് ചെയ്യുക, ഒരു ഡബിൾ ബോണ്ട് കൂടെ ആ ഹൈഡ്രോ കാർബണിൽ ആഡ് ചെയ്യേണ്ടി വരും. ദെൻ ബി, ടു വിച്ച് കാറ്റഗറി ഡസ് ഇറ്റ് ബിലോങ്. ഇത് ഏത് കാറ്റഗറിയിലായിരിക്കും. അപ്പോൾ ജനറൽ ഫോമുല CnH2n എന്ന് പറഞ്ഞ ഫോമുല ആയതുകൊണ്ട് തന്നെ ഇത് ആൽക്കീൻ കാറ്റഗറിയിൽ വരുന്ന കോമ്പൗണ്ട് ആയിരിക്കും. സി, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ആൻ ആലിസൈക്ലിക് കോമ്പൗണ്ട് ഹാവിംഗ് ദ മോളിക്കുലർ ഫോമുല C3H6. അപ്പോൾ C3H6 എന്ന് പറഞ്ഞ മോളിക്കുലർ ഫോമുല വരുന്ന ഒരു ആലിസൈക്ലിക് കോമ്പൗണ്ടിനെ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സൈക്ലിക് ഫോമുല വരയ്ക്കണം. 3 കാർബണാറ്റ് അടങ്ങിയിട്ടുള്ളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചാൽ മതി. സോ അതിൽ ഡി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ IUPAC നെയിം എന്ന് പറയുന്ന സമയത്ത് സൈക്ലിക് സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് സൈക്ലോ ആഡ് ചെയ്യണം. ദെൻ 3 കാർബണാറ്റ് ആയതുകൊണ്ട് പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ. സോ ഇതിൻ്റെ പേര് സൈക്ലോ പ്രൊപ്പെയിൻ എന്നാണ്. ദെൻ 12th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലർ ഫോമുല ഓഫ് നാഫ്തലീൻ. നാഫ്തലീൻ്റെ മോളിക്കുലർ ഫോമുല അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. നാഫ്തലീൻ്റെ മോളിക്കുലർ ഫോമുല C10H8 ആണ്. ദെൻ ബി, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് നാഫ്തലീൻ. ആ സ്ട്രക്ചർ നിങ്ങൾ വരച്ച് പഠിക്കണം. അതായത് 2 ബെൻസീൻ റിംഗ് കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നാഫ്തലീൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്. സോ 13th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കമ്പണൻസ് ഫ്രം പെട്രോളിയം. പെട്രോളിയത്തിൽ നിന്ന് കമ്പണൻസിനെ വേർതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ്. ബി, ബ്യൂട്ടൈൻ. ദ മെയിൻ കമ്പണൻറ്റ് ഓഫ് LPG ഈസ് ആൻ ആൽക്കെയിൻ. ഇറ്റ് ഹാസ് 4 കാർബൺ ആറ്റം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ബ്യൂട്ടൈൻ. അതായത് ബ്യൂട്ടൈൻ്റെ സ്ട്രക്ചറൽ ഫോമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 4 കാർബൺ ആറ്റവും ബാക്കി ഹൈഡ്രജനും കൂടെ ആഡ് ചെയ്ത്, ഹൈഡ്രജൻ അവിടെ ആഡ് ചെയ്ത് ഫില്ല് ചെയ്താൽ മതി. സോ 14th ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഗ്യാസ് ഡസ് നോട്ട് കോസ് ഗ്ലോബൽ വാർമിംഗ്. താഴെ കുറേ ഗ്യാസ് തന്നിട്ടുണ്ട്. അതിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമല്ലാത്തത് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്. ഇതിൽ ഗ്ലോബൽ വാർമിങ്ങിന് കോസ് ചെയ്യാത്തതിന് കാരണമല്ലാത്ത ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഗ്യാസാണ്. അപ്പോൾ 14 എൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൈട്രജൻ. ദെൻ ബി, റൈറ്റ് 2 വേസ് ടു പ്രിവെൻറ്റ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ള 2 മാർഗ്ഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് മിനിമൈസ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽ. ഫോസിൽ ഫ്യൂൽസിൻ്റെ യൂസ് നമ്മൾ പരമാവധി കുറയ്ക്കുക. ദെൻ പ്ലാന്റ് മോർ ട്രീസ്. കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. സോ വി ക്യാൻ റെഡ്യൂസ് ദ ഗ്ലോബൽ വാർമിംഗ്. സോ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ലെറ്റർ സക്സസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 9th ഫുൾ കെമിസ്ട്രി ചാപ്റ്റർ ഇതോടുകൂടി കഴിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ചാപ്റ്ററും നമ്മൾ ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ദയവേത് ക്ലാസ്സുകളൊക്കെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററും ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ ഫുൾ ചാപ്റ്റർ റിവിഷനായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.